ഇങ്ങ് വന്നേ, മോളിത് കഴിക്ക്. അപ്പൊ ചേട്ടനോ? ചേട്ടനെ ഡോക്ടർ നല്ല ചൂട് കഞ്ഞി കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നേ. ഇത് മോള് കഴിക്ക്. മോനെ മോനെ അമ്മേ, എന്താ മോനെ, എന്താ പറ്റിയേ? അമ്മേ, എവിടെയാ? അത് സ്റ്റെയർ കേസ് കയറിയതാ, കാല് തെറ്റിയൊന്ന് വീണു. ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, രാവിലെ ആയപ്പോ വേദനയായി, അങ്ങനെയാ കൊണ്ടുവന്നത്. ഡോക്ടർ എന്താ പറഞ്ഞേ? ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, പ്ലാസ്റ്റർ ഇട്ടാ മതിയെന്ന്. അല്ലോ, നീ നോക്കിയൊക്കെ നടക്കണ്ടായിരുന്നു മോനെ. വേദന ഉണ്ടോ നിനക്ക്? പരിചയമില്ലാത്ത വീടല്ലേ, പടികളൊക്കെ നോക്കി ഇറങ്ങണ്ടായിരുന്നോ? ആ ആന്റി വഴക്കിട്ടപ്പോഴേ ചേട്ടനെ എന്നെയും വിളിച്ച് മുകളിലേക്ക് ഓടിയതാ. ഞാനും വീണായിരുന്നു. വഴക്കൊന്നുമില്ല, ഭക്ഷണം കഴിക്കാത്തോണ്ടേ അൻസലിനോട് പറയുന്ന പോലെ പറഞ്ഞതേ ഉള്ളൂ. അതായി മോൻ പിണങ്ങിയത്. ആന്റി ചേട്ടന്റെ ചെവി പിടിച്ച് തിരിച്ചമ്മേ അടിക്കുകയും ചെയ്തു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ എന്ന്. അതിനാ ചേട്ടൻ പാത്രമൊക്കെ തട്ടിക്കളഞ്ഞ് എഴുന്നേറ്റ് പോയത്. പിള്ളേരല്ലയോ, നമ്മുടെ ചെറുക്കനുണ്ടല്ലോ, വടിയെടുത്ത് കാണിച്ചാൽ മതി, മേളങ്ങൾ തുടങ്ങും, എറിഞ്ഞു പൊട്ടിക്കുകയല്ലയോ. അത് വെച്ച് നോക്കുമ്പോ ഈ കുഞ്ഞുങ്ങൾ എന്ത് പാവങ്ങളാ. മോളെ വാ, ഇതെടുത്ത് കഴിക്കേ, വാ. നിങ്ങൾ രണ്ടാളെ ഞാൻ നേരത്തെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നാ മതിയായിരുന്നു. മോളിങ്ങി വന്നേ. മോള് കഴിക്കേ. അൻസാരിക്കൊന്ന് വന്നേ. മോള് കഴിക്കേ. അല്ല, ആൻസി ഒന്നും കഴിച്ചില്ലല്ലോ, ക്യാൻറ്റീനിൽ നല്ല ഭക്ഷണം കാണും. അൻസാർക്ക് വാ. ഇപ്പോഴും സ്വിച്ച് ഓഫാ. അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ഞാൻ സംസാരിക്കുന്നു, അവരെന്തോ മീറ്റിംഗില്ല. വിളിച്ചോളാം, പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞേ. അനന്തു സ്വഭാവത്തോടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തോ എടുത്ത് കുടിച്ചിട്ട് അല്ലെങ്കിൽ ആരോ കുടിപ്പിച്ചിട്ട് ആരുടെയോ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞത്. അല്ലെങ്കിൽ അനന്തു ഇങ്ങനെ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ആൻസി, ക്യാമറയുടെ മുമ്പിൽ അയാൾ ഇപ്പോഴല്ലയോ പറഞ്ഞത്. അതിനു മുമ്പും ഇവിടുന്ന് പോകുന്നതിന് മുമ്പും മുംബൈയിൽ എത്തിയതിനു ശേഷവും ഈ കാര്യം എന്നോട് പറഞ്ഞതല്ലേ. എന്ത് പറഞ്ഞെന്നാ? ഞാൻ തെറ്റുകാരിയാണെന്നോ? എന്നെ ഡിവോഴ്സ് ചെയ്യാന്നോ? എന്താ പറഞ്ഞ അൻസാർക്ക? അനന്തൻ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരിക്കുന്നത് ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല, അവന്റെ മനസ്സിൽ തോന്നിയതാ. അല്ലാതെ കള്ളും കഞ്ചാവും അടിച്ചിട്ടുമല്ല, നല്ല ബോധത്തോടെ. അൻസാർക്ക, എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത് അനന്തു? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്, അതും അയാളുടെ ഫേസ്ബുക്ക് പേജിൽ. എന്ന് വെച്ചാൽ നാട്ടുകാരും വീട്ടുകാരും മാലോവരും മുഴുവനും അറിയട്ടെ എന്ന് വിചാരിച്ച്. അനന്തകൃഷ്ണൻ ദേ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന്. പക്ഷെ അൻസാർക്ക, ഇന്നലെ ആ പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ലേ ഫേസ്ബുക്കില്, അത് ബോംബെയിലല്ലേ എടുത്തത്? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അനന്തൊട്ടിരിക്കുന്ന ഷർട്ട് ഉണ്ടല്ലോ, അതിപ്പോ എന്റെ ബാഗിലുണ്ടല്ലോ. അതപ്പോ എങ്ങനെയാ? അതപ്പോ ബോംബെന്ന് എടുത്തതല്ല, ആ വീഡിയോ എടുത്തത് ഇവിടുന്ന. അൻസാർക്ക് നിങ്ങൾ ആരും കൂടെ അറിഞ്ഞിട്ടാണോ അനന്തൊരു മനസ്സ് മാറിയത്? ആണോ? ആൻസി, അയാളുടെ മനസ്സ് മാറിയത് ഇപ്പോഴൊന്നും അല്ല. ആ വീഡിയോ വന്ന് ഇഷ്യൂ ആയ അന്ന് മുതൽ അയാൾ എന്നോട് പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റ് കൂടി വന്ന് മുറിയപ്പോൾ അത് വിട്ടുകളയാൻ പറ്റില്ലെന്ന്. അനന്തൻ എന്നും വന്ന് ഇതൊക്കെ എന്നോട് പറയുമായിരുന്നു. ആൻസി സൈബർ സെല്ലിൽ പോയ വിവരവും നിരപരാധിത്വം തെളിയിക്കാൻ നടക്കുന്ന ഒന്നും ശരിയല്ല, അതൊക്കെ വിടുന്നതാ നല്ലതെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ആൻസിയോട് അവനത് പറഞ്ഞിട്ടുള്ളതല്ലേ? പറഞ്ഞു. അപ്പോ അവന്റെ മനസ്സിലും അതാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് കുട്ടികളെയും കൂട്ടി ബോംബെക്ക് പോവാം, അവിടെ ജീവിക്കാന്നൊക്കെ അവൻ പറഞ്ഞല്ലേ. അതിന് തടസ്സം നിന്ന് ആൻസി അല്ലയോ? അവന് നഷ്ടപ്പെട്ട കരിയർ തിരിച്ചു പിടിക്കാൻ അങ്ങേയറ്റം വരെ പോകുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. അതിനൊപ്പം നിൽക്കാതെ ആൻസിയുടെ വാശിക്ക് സ്വന്തം മിസ്റ്റേക്ക് തെളിയിക്കാൻ പോലീസ് സ്റ്റേഷനിലും DGPയുടെ മുന്നിലും ഒക്കെ ആയിട്ട് നടക്കുക. ആൻസി നീങ്ങുന്നത് സ്വന്തം കാര്യം തെളിയിക്കാനാ, അനന്ത് നീങ്ങുന്നതോ അവന്റെ കരിയർ തെളിയിക്കാൻ. രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല എന്ന് അവന് മനസ്സിലായി.
ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ. അവൻ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുക. ആൻസി കാരണം അവന്റെ കരിയറും പോയിന്ന് അവൻ പലതവണ മദ്യത്തിന്റെ പുറത്താണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആൻസി പ്രോപ്പർട്ടി കേസുമായിട്ട് പോയില്ലേ? അത് തുടങ്ങി വെച്ചത് ആരാ? ആൻസി അല്ലയോ? അതിനവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതും അവൻ എന്നോട് പറഞ്ഞു. പിന്നെ ചുറ്റുമുള്ള ചിലരൊക്കെ ചെവിയിൽ ഓതി കൊടുക്കുമല്ലോ. ഭാര്യ കുഴപ്പക്കാരിയാണെന്ന് തെളിവ് സഹിതം ഓരോരുത്തരും വന്ന് പറയുമ്പോ അതല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ അവനെ കൊണ്ടും പറ്റത്തില്ലല്ലോ. അതവന്റെ ഗതികേടാ. ഇതൊക്കെ ഞാനും കണ്ടോണ്ടിരിക്കുന്നല്ലയോ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ട അൻസാർക്ക? അവരിന്നലെ രാത്രി എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞതാ. എനിക്കിനി അവിടെ ഒരു അധികാരമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനിയൊരു തീരുമാനം ഉണ്ടാവട്ടെ. അതുവരെ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ നാട്ടിലേക്ക് പോവാ, അനിയത്തിയുടെ വീട്ടിലേക്ക്. ആ വീടും അവിടെ ഉള്ളതൊക്കെയും അനന്തുവിന്റെ ഔദാര്യത്തിലുണ്ടായതാ. അൻസാർക്ക, അനന്തൻ എന്നെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഏത് വലിയ പ്രോജക്റ്റിനായാലും വഴിയാധാരാക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ഉറപ്പാ. ഈ ആൻസി വർഗീസ് എവിടെ? മേളിലാണോ? നിങ്ങളാരാ? വണ്ടി കിടക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ? ഏത് സ്റ്റേഷനിൽ നിന്നാ? സൈബർ സെല്ലിൽ നിന്നാ. ആൻസി മേളിലില്ലേ? മുകളിലായിരുന്നു, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? അതെനിക്കറിയില്ല. എപ്പോ വരുമെന്നറിയില്ല. അവിടെ ഭർത്താവ് എന്തോ ഡിവോഴ്സ് കേസ് കൊടുത്തെന്നും പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നല്ലോ. ഇത് അനന്തന്റെയും കൂടെ വീടല്ലേ, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു കാണും. എല്ലാം എടുത്തോണ്ട് വാരിക്കെട്ടിപ്പോയി. നിങ്ങളുടെ ഭർത്താവ് എന്തിയെ? ഉണ്ട്, എന്തോ തിരക്കില്ല. എങ്ങോട്ട് പോകാൻ ഇറങ്ങുക? ഞാനിവിടെ വന്നത് ആൻസിയെ കാണാൻ വേണ്ടി മാത്രമല്ല, അനന്തകൃഷ്ണന്റെ സഹോദരനെയും ഭാര്യയും കൂടി കാണാനാ. വിളിക്കാം അയാളെ. നമ്മൾ അന്ന് പറഞ്ഞ പാർട്ടി നാളെ വരുന്നുണ്ട്. ഒരു മീറ്റിങ്ങിന് വേണ്ടി വരുക. അപ്പം എന്താന്ന് വെച്ചാൽ വേണ്ട ചെയ്തു കൊടുക്ക് കേട്ടോ. ഞാൻ അപ്പോഴേ വരത്തുള്ളൂ. ഓക്കെ. അതെ, ആ CA രാജ്മോഹൻ വന്നിട്ടുണ്ട്. രാജ്മോഹനോ? സൈബർ സെല്ലിൽ നിന്ന് സനൽ സാർ പുറത്താക്കിയില്ലേ? അയാൾ എന്തിനാ വന്ന്? അയാൾക്കിപ്പോ വേറെ ഡ്യൂട്ടി കൊടുത്തിരിക്കല്ലേ, മുഖ്യമന്ത്രിയുടെ അടുത്തും DGP അടുത്തും കൊണ്ടുവരാനും പോകാനും. അതൊക്കെ ഒരു തരം ഡ്യൂട്ടി ആണല്ലോ. അവള് പോയെന്ന് പറഞ്ഞു? പറഞ്ഞു. പക്ഷെ ആദിത്യ കൃഷ്ണനെ കണ്ടേ പോകുള്ളൂന്നും പറഞ്ഞ് അകത്ത് കയറിയിരിപ്പുണ്ട്. അത് എന്റെ വായിരിക്കുന്നൂടെ കേൾക്കാൻ വേണ്ടിയാ. അല്ല, ഈ CM-നെ കണ്ടിട്ട് വല്ല ഗുണമുണ്ടോ? പെണ്ണുങ്ങൾ ഒരുമിട്ട് നടക്കുന്നതിന് മുഖ്യനെന്ത് ചെയ്യാനാ? മീഡിയക്കാര് പലതും പറയും. പുള്ളി ആ ഫയലും വാങ്ങിച്ച് അതങ്ങ് വിട്ട് കാണും. അറിയില്ല, വലിയ വലിയ ആൾക്കാരുടെ കാര്യമല്ലേ. നമ്മളൊരു പാവം CI. അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി സാറ് അല്ലേ? നിങ്ങളുടെ സൈബറിലെ DOSP സനൽ സാറല്ലേ? എന്റെ ജ്യേഷ്ഠ തുല്യനാ. ക്ലബിലൊക്കെ സ്ഥിരം കൂടുന്നതാ. ഓ, വെരി ഗുഡ്. നമ്മുടെ ഈ നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് ക്ലബിലൊന്നും പോകാൻ തികയില്ലെന്നേ.
അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ മുതലാളിമാരുടെ അടുത്ത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നിന്ന സുഖമാ സാറേ. ആഹാ, അപ്പോൾ ഈ സനൽ സാർ ഭയങ്കര വിട്ടുവീഴ്ചയാണല്ലേ? അതൊക്കെ നമ്മളെങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത്? പറയേണ്ടി വരും, എല്ലാം ഓപ്പണായിട്ട് പറയേണ്ടി വരും. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് മാത്രം. CM കംപ്ലൈന്റ് വാങ്ങിച്ചു വച്ച് പ്രതികളെ ഈശ്വരൻ ശിക്ഷിച്ചോളും, മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അയച്ചൊന്നുമല്ല. ആ കേസിന്റെ തുടരന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. ഞാൻ ആ സെയിം പോസ്റ്റിലിരുന്ന് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാ ഇപ്പൊ ഇവിടെ വന്നത്. അപ്പൊ സാർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നാണല്ലേ? അതെ, അന്വേഷണം എന്തുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നു എന്ന ഡൗട്ട് വേണ്ട. പരാതിക്കാരി പരാതിയിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സാറേ, ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിലും പരാതി കൊടുക്കാമല്ലോ. തെളിവിനല്ലേ പ്രാധാന്യം? യെസ്, തെളിവുകൾ ശേഖരിച്ചു വരികയാണ് മിസ്റ്റർ ആദിത്യകൃഷ്ണൻ. നിങ്ങൾക്ക് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയണ്ട. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ എത്തിച്ചേരുമ്പോഴേക്കും നിങ്ങൾ എന്നെ സ്ഥലം മാറ്റില്ലല്ലോ. സാർ എന്തുവാ പറയുന്നത്? ഞങ്ങൾ സ്ഥലം മാറ്റുമോ? അല്ല, ഞങ്ങളാരും DGPയോ? അങ്ങനെ അങ്ങ് കൂളായിട്ട് നിഷേധിക്കല്ലേ. അതിനുവേണ്ടി നിങ്ങളും നിങ്ങളുടെ ആത്മമിത്രം ബാർമാറ്റ് സനൽ സാറുമായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഫോൺ കോളുകളും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ CI രാജ്മോഹന്റെ പ്ലേസ്മെന്റ് മാറ്റേണ്ട കാര്യം ആദിത്യകൃഷ്ണനില്ലല്ലോ. നിങ്ങൾ, നിങ്ങളുടെ മരുമകൻ ഋഷി, ഹിമ കളക്ഷൻസിന്റെ MD ഋതുപിള്ള, അവിടെ വർക്ക് ചെയ്തിരുന്ന ആൻസി, അതേ സ്ഥാപനത്തിലുണ്ടായിരുന്ന ആൻസി കാരണം പുറത്തായ പാവം പെൺകുട്ടി പ്രിയ, ഇവരൊക്കെ ചേർത്ത് അങ്ങനെ ഒരു ചെറിയ സർക്കിൾ തുടങ്ങി. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ 1999 ഹോട്ടൽ റെയ്ഡിൽ പങ്കെടുത്ത SI, പിന്നെ റൂം ബോയ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പന്തളം ബേബി, ഫിലിം പ്രൊഡ്യൂസർ ചക്രവാണി, അങ്ങനെ മറ്റൊരു സർക്കിളിൽ നീളുന്ന ചങ്ങല. അതിനുള്ള തെളിവുകളുമായി ഞാൻ വിളിപ്പിക്കും. അപ്പോൾ ഒന്ന് വന്നേക്കണം. ഓക്കെ? നിങ്ങളുടെ മരുമകൻ എവിടെ? അവനിവിടെ ഇല്ല സാറേ, വീട് വരെ പോയി. ശരി. ആ അമ്മ, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? വേറെ വീട് ശരിയായോ? അതോ തറവാട്ടി പോവോ? അമ്മേ, കുടിക്ക്. നമുക്ക് തറവാട്ടി പോയാ മതി. അവിടെ നല്ല രസാ. സ്കൂൾ ബസ്സും വരും. അച്ഛനില്ലാത്തോണ്ട് നമ്മൾ എങ്ങനെ മോളെ ആ വീട്ടിലേക്ക് പോവാ? അച്ഛൻ വർക്കിന്റെ കാര്യത്തിന് പോയതല്ലേ, അച്ഛൻ വരുമല്ലോ. അമ്മേ, അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. അമ്മ ഒന്ന് വിളിക്കൂ അമ്മേ. മോനെ, അച്ഛന് അവിടെ ഭയങ്കര ബിസിയാ. ഇപ്പൊ നമുക്ക് വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട, അതുകൊണ്ടാ. സാറോ? അൻസി, ഞാൻ നിങ്ങളെ തറവാടി പോയിരുന്നു. അപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആഹാ, ഡാ മോനെ, നിനക്ക് എന്തു പറ്റി? ക്ലാസ് ഒക്കെ മുടങ്ങിയല്ലോ. പ്ലാസ്റ്റർ ഇടാന്ന് പറഞ്ഞു ഡോക്ടർ. ആഹാ, ഓക്കെ, എല്ലാം ശരിയാവും കേട്ടോ. ആൻസി ഒന്ന് വന്നേ. ആ സർ, അമ്മ ഇപ്പൊ വരാവേ. ആൻസിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആദിത്യനെ ഒന്ന് ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമായി. ഈ കേസിന്റെ പിന്നിൽ അയാളൊരു പ്രധാന കണ്ണിയാണ്. പക്ഷെ അത് പൂർണ്ണമായി തെളിയിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കയ്യിൽ സോളിഡായ പ്രൂഫ് വേണം. മുടങ്ങിപ്പോയ എൻ്റെ അന്വേഷണം ഞാൻ വീണ്ടും റീ ഓപ്പൺ ചെയ്തു. ഫേസ്ബുക്കുമായി ഇൻട്രാക്ട് ചെയ്തു, മെയിലും കൊടുത്തു. റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാം. സർ, ഇനിയിപ്പം വേറെ പുറത്തുനിന്ന് സാറിന് എന്തെങ്കിലും പ്രഷറൊക്കെ? ഹേയ്, നോ നോ നോ, ഒരിക്കലും ഇല്ല. ഇനി DGPയുടെ മനസ്സ് മാറിയാലും മീഡിയ ചുമ്മാതിരിക്കില്ല. അവരത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പോലീസിന്റെ ഒളിച്ചുകളിയൊന്നും അവരടുത്ത് നടക്കില്ല. ആൻസി ധൈര്യമായിട്ട് നിന്നോ. ദേ, ഒരു 3-4 മാസത്തെ സമയം തരണം. നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം.
പിന്നെ എനിക്ക് ആ പ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അയാളുമായിട്ടൊന്ന് സംസാരിക്കണം. അയാളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും തരണം. വാട്സാപ്പ് ചെയ്താൽ മതി. പിന്നെ ഋഷിയുടെ ഫോൺ കോൾസ് മൊത്തം ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. താങ്ക് യു സർ. ആ, എനിക്ക് നമ്പർ തരാൻ മറക്കരുത്. ആ അയച്ചുതരാം സർ, ഞാൻ മെസ്സേജ് ചെയ്യാം. ലക്ഷ്മി മാഡത്തിന് സുഖമല്ലേ? ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും ആൻസിയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ശരി, മോനോട് പറഞ്ഞാൽ മതി. ഓക്കെ സർ. ശരി എന്നാ. എന്താ സർ? തറവാട്ടിൽ നിന്ന് പോന്നു അല്ലേ? പിന്നിപ്പോൾ എവിടെ താമസം? കൊടുവള്ളിയുടെ വീട്ടിലാണോ? അല്ല, പോകാനിടമില്ല അല്ലേ? എന്താ ആൻസി ഇത്? ആദ്യമേ പറയണ്ടേ? ഞാനിപ്പോൾ ഓർമ്മിച്ച് ചോദിച്ചില്ലായിരുന്നെങ്കിലോ? സാർ ഛെ, ഇനിയിപ്പോ ആൻസി ഒരു കാര്യം ചെയ്യേ. ഇവിടുന്ന് എപ്പോഴാണ് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്? നാളെ രാവിലെ. ഒരു കാര്യം ചെയ്യാം. ലക്ഷ്മിയുടെ ഒരു കസിൻ ബ്രദറിൻ്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. 2 മാസത്തേക്ക് അവിടെ ആളില്ല. ആൻസി കുട്ടികളെ കൊണ്ട് അവിടെ ഒന്ന് നിൽക്കേ. ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ലക്ഷ്മി വിളിക്കും. ഓക്കെ, ഡോണ്ട് വറി. വിഷമിക്കൊന്നും വേണ്ട. ശരി. ആ അനന്ത, ഞാൻ ദേ എത്തി. നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്ക്. ഓ ശരി. ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ്. ഞാനിവിടെ 2 മണിക്കൂർ കൊണ്ട് നിൽക്കുക. കൊടുവള്ളി, മോൻ ഏത് ഹോസ്പിറ്റലിലാണ്? ഡിസ്ചാർജ് ആയിടോ. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോയി? നാട്ടിൽ പോയോ? നാട്ടിൽ പോവാനോ? ആൻസി വർഗീസിനെ സ്പോൺസർമാരിപ്പോൾ ഒരുപാടാ. മുഖ്യമന്ത്രിയുടെ ആളല്ലയോ. ബോഡി ഗാർഡിനെ DGP തന്നെ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കുക. രാജ്മോഹൻ ഇയാളുടെ പിള്ളേരെ അവളെയും കൂടെ എവിടെയോ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുക. വളരെ രഹസ്യമായിട്ട്. അയാളുടെ കസ്റ്റഡിയിലാണ്. അപ്പോ കൊടുവള്ളിക്ക് അറിയില്ലേ അവര് എവിടെയോ താമസിക്കുന്നതെന്ന്? എൻ്റെ അനന്ത, എനിക്കറിയത്തില്ല. പഴയ ഫോണൊക്കെ കളഞ്ഞു. സാറന്മാർ വേറെ നമ്പർ കൊടുത്തെന്നാ തോന്നുന്നത്. എന്തായാലും ആളെവിടെയാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പിള്ളേരുടെ സ്കൂളിൽ ചോദിച്ചില്ലേ? ഹാ, അതിന് പിള്ളേർ സ്കൂളിൽ ചെന്നെങ്കിലല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ലാതെ തന്നെ പിള്ളേർക്ക് നാണക്കേടാ. ഇപ്പൊ പത്രവാർത്ത എല്ലാം കൂടി വന്നപ്പോഴേ അതുങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. പാവം പിള്ളേർ. കൊടുവള്ളി, ആ CIയുടെ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് വിളിക്ക്. എന്തിന്? അവരെവിടെയാന്ന് അറിയണ്ടേ? ഇപ്പൊ അവളെയാണോ കാണണ്ടേ, പിള്ളേരെയാണോ കാണണ്ടേ? ഈ ആവേശം കണ്ടോണ്ട് ചോദിച്ചാണേ. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണണം. അവളുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയണം. മതി, ഇത്രയും കേട്ടാ മതിയായിരുന്നു. ഈ ശബ്ദം ഇങ്ങനെ കേട്ടാ മതി. ഇതുപോലെ ഉറച്ച ശബ്ദത്തില് അവളുടെ മുഖത്ത് നോക്കി 10 വർത്തമാനം അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊടുവള്ളി. പ്രശ്നങ്ങളങ്ങ് ഒതുങ്ങി പോകുമെന്ന് വിചാരിച്ചായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവരെന്നെ കൊണ്ട് ചെയ്യിക്കില്ലായിരുന്നു. അവളുടെ ഈ പ്രസ് മീറ്റ് കാരണം കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. അല്ലാതെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സുധാകർജി തയ്യാറായിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ വഴിയാക്കിയത് ഇവള് തന്നെയാ. ഞാൻ പറയുന്ന ഒരു കാര്യവും അവള് കേട്ടിട്ടില്ല. ഒരു കാര്യവും കേട്ടിട്ടില്ല. തന്നിഷ്ടക്കാരിയല്ലേ? തന്നോടോ തൻ്റെ കരിയറിനോടോ ഇത്തിരിയെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ തോന്നിവാസത്തിന് പോകത്തില്ലായിരുന്നു. അപ്പൊ അവളുടെ മുഖത്ത് വീണ കരി അവൾക്ക് എങ്ങനെയെങ്കിലും കഴുകിക്കളയണം. ഭർത്താവ് എങ്ങനെ ഗതികെട്ട് പോയാലും അവൾക്കൊരു കുന്തവും ഇല്ല. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെങ്കിലും അവൾ ആലോചിക്കണമായിരുന്നു.
സുധാകർജി പറയുന്നത് തന്നെ ശരി. അവള് കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളോ ഉണ്ടായെന്നറിയോ? എന്റെ സഹോദരൻ, കുടുംബം, സമ്പത്ത്, അഭിമാനം എല്ലാം പോയി, എല്ലാം. ഇപ്പൊ മാനക്കേടിന്റെ അങ്ങേയറ്റത്തായി. സുധാകർജി പറയുന്നത് തന്നെയാ ശരി, 100 വട്ടം ശരി. അവളെ ഇനിയും ഇങ്ങനെ ചുമന്നാലേ അതോടെ എന്റെ ജീവിതം തീർന്നു. സുധാകർജി എന്നെ വിളിച്ചായിരുന്നു. അദ്ദേഹം പറയുന്നതേ ആ വീഡിയോ ഒറിജിനൽ ആണെന്നാ. അവിടെ കൂടെ കിടന്ന ആ ചെറുക്കനില്ലേ, അവനെ ആഡ് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നവനാണെന്ന്. സാറിന്റെ 1-2 ഫിലിമിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന്. സാർ അവനെ വിളിച്ചു വരുത്തി ആ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചപ്പോഴേ അവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞു. അവനും അവളും കൂടെ ഏതോ ഫാഷൻ ഷോയുടെ കാര്യവും പറഞ്ഞ് കറക്കുമായിരുന്നെന്ന്. അങ്ങനെ പറ്റിച്ചതാ. ഒറിജിനലാണെന്ന്, ഒറിജിനൽ. കൊടുവള്ളി ഈ പറയുന്ന സത്യമാടോ. സുധാകർജി പറഞ്ഞത് ഇയാളോട് ഇതൊന്നും പറയരുത്, ഇയാളെ വിഷമിപ്പിക്കരുതെന്നാ. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ ചെറുപ്പക്കാരനെ തൻ്റെ മുന്നിലോ അവളുടെ മുന്നിലോ പ്രസന്റ് ചെയ്യാൻ സുധാകർജി റെഡിയാണെന്ന്. വേണ്ട വേണ്ട, പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ, നാശം. എനിക്കെന്റെ മക്കളെ ഇങ്ങ് കിട്ടിയാൽ മതി, എനിക്കത് മതി.